CPM സംസ്ഥാന കമ്മിറ്റി യോഗം ആരംഭിക്കുന്നതിന് മുമ്പായി AKG സെന്ററിന് മുന്നിൽ ഒറ്റയാൾ പ്രതിഷേധം. പത്തനംതിട്ട ലോക്കൽ കമ്മിറ്റി അംഗം എന്ന അവകാശവാദം ഉന്നയിച്ചെത്തിയ ആളാണ് പ്രതിഷേധിച്ചത്. ജസ്റ്റിസ് ഫോർ CPM, ജസ്റ്റിസ് ഫോർ മീ എന്ന ബാനർ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. EP ജയരാജൻ ഇടപെട്ട് പ്രതിഷേധക്കാരനെ അനുനയിപ്പിച്ചു. സഫ്വാൻ VP വിവരങ്ങൾ നൽകാൻ. സഫ്വാൻ, എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രശ്നം? നൗഫൽ, എന്താണ് ഇദ്ദേഹത്തിന് പ്രശ്നം? എന്തിനു വേണ്ടിയാണ് ഇദ്ദേഹം പ്രതിഷേധിക്കുന്നത് എന്ന് ഇദ്ദേഹം മാധ്യമങ്ങളോട് തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കൗതുകം. ഇന്ന് CPM സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കാനിരിക്കുന്ന സമയത്താണ് AKG സെന്ററിന് മുന്നിൽ ഒരാൾ ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകരടക്കമുള്ള നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് CPMന്റെ ഒരു കൊടിയും ഒരു ബാനറും പിടിച്ച് ഒരാൾ മുദ്രാവാക്യം വിളിക്കുന്നത് കണ്ടത്. CPM സിന്ദാബാദ് എന്നാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു ബാനർ ഉണ്ടായിരുന്നു. അതിൽ എഴുതിയിട്ടുള്ളത് ജസ്റ്റിസ് ഫോർ CPM, ജസ്റ്റിസ് ഫോർ മീ എന്നായിരുന്നു. അപ്പോൾ മാധ്യമപ്രവർത്തകരായ നമ്മളൊക്കെ ചോദിച്ചു, എന്താണ് ചേട്ടാ പ്രശ്നം, എന്താണ് പാർട്ടിക്കെതിരായിട്ടുള്ള പ്രതിഷേധമാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മിണ്ടുന്നുണ്ടായിരുന്നില്ല. അതിനപ്പുറത്തേക്ക് ചോദിച്ചപ്പോഴാണ് എനിക്ക് പറയാനുള്ളത് ഈ ബാനറിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുദ്രാവാക്യം വിളിക്കുന്നത് തുടരുകയായിരുന്നു. പിന്നീട് ഈ CPM നേതാവ് EP ജയരാജൻ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തോട് സംസാരിക്കുകയും അദ്ദേഹം പിന്നീട് പിരിഞ്ഞു പോവുകയുമാണ് ചെയ്തത്. നമ്മൾ മനസ്സിലാക്കാൻ അദ്ദേഹം ആരാണെന്നും എന്താണെന്നൊന്നും പറയുന്നില്ല. പത്തനംതിട്ടയിലെ ഏതോ ഒരു ലോക്കൽ കമ്മിറ്റി അംഗമാണെന്ന് അദ്ദേഹം സംസാരിക്കുന്ന ഇടയിൽ പറഞ്ഞു. അതും കൂടുതൽ വ്യക്തമായി അദ്ദേഹം പറയാൻ തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ പേര് പോലും പറയാൻ തയ്യാറായില്ല. അതിനിടയിലാണ് EP ജയരാജൻ ഇടപെട്ട് അദ്ദേഹത്തെ അനുനയിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നതോളം അദ്ദേഹം പാർട്ടി പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് നേതാക്കളോട് എന്തോ പറയാനുണ്ട്, പാർട്ടിക്കുമായി എന്തോ പറയാനുണ്ട്. അതിന് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി CPM സംസ്ഥാന കമ്മിറ്റി നടക്കുന്ന ദിവസം ഇത്തരത്തിലൊരു മുദ്രാവാക്യം വിളിച്ച് നേതാക്കളോട് സംസാരിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ അനുനയിപ്പിച്ച് പിന്നീട് പോകുകയുമാണ് ചെയ്തത്. AKG സെന്ററിന് മുന്നിൽ പ്രതിഷേധിച്ച CPMന് നീതി വേണമെന്ന്, തനിക്കും CPMന് നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബോർഡ് തൂക്കിയ ഒരാൾ അവിടെ പ്രതിഷേധിച്ചു. അയാളെ അനുനയിപ്പിച്ച് മാറ്റുകയാണ് ചെയ്തത്. പക്ഷേ അയാൾ ആരാണെന്നോ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നമെന്തോ എന്ന് കൃത്യമായി ഇതുവരെയും വ്യക്തമായിട്ടില്ല.